മാരുതി ഡിസയറാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എ സിക്ക് ലീക്ക് ഉണ്ട് കേട്ടോ. ആ കൂളിംഗ് ഓയിൽ മാറ്റുന്നുണ്ട്. അതോടൊപ്പം ഡാഷ്ബോർഡ് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് എലി കയറുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്ന് ക്ലോസ് ചെയ്യണം. എലി കയറുന്ന വഴി ഒന്ന് ക്ലോസ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്. ഡാഷ്ബോർഡ് എന്തായാലും ഡാഷ്ബോർഡ് അയച്ചല്ലേ, അപ്പോൾ പിന്നെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗം അഴിച്ചിട്ട് നമുക്ക് അവിടെ നെറ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്യും കേട്ടോ. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. നേരെ വൈപ്പറിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടുത്തെ പാഡും കാര്യങ്ങളും അയച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. ഡാഷ്ബോർഡ് അയക്കാതെ ക്ലോസ് ചെയ്യാൻ വിധാണ് കേട്ടോ. ഇതിപ്പോൾ ഏതായാലും എ സിക്ക് വേണ്ടി അയച്ചാണ്. അപ്പോൾ നമ്മൾ ആ കവർ അഴിച്ചിട്ടുണ്ട് കേട്ടോ. 3 സ്ക്രൂ ഉണ്ടായിരിക്കും. ആ 3 സ്ക്രൂ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കവർ അഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഭാഗം നെറ്റ് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ നെറ്റ് വെച്ച് ക്ലോസ് ചെയ്യാം. അതിനൊപ്പം തന്നെ ഇതുണ്ട്, ഇവിടെ എലി കടിച്ചിട്ട് ഹോളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് നല്ല എയറും വരും, ആ ഒരു സ്മെല്ലും കിട്ടും. നമുക്ക് എ സിക്ക് കൂളിങ് പ്രോപ്പറായിട്ടുണ്ടാവില്ല. അതൊന്ന് സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കും ചെയ്യും ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ നെറ്റ് അടിക്കണം എങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ്ട നെറ്റ്. നെറ്റ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നമ്മൾ ചൂടാക്കി വെക്കും കേട്ടോ. ഇതിപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യണം. അതൊന്ന് ചൂടാക്കാൻ പോവാണ് കേട്ടോ. ആ നെറ്റ് ആദ്യം വെച്ച് ചൂടാക്കി പ്രസ് ചെയ്ത് അതിനകത്ത് വെക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിനകത്ത് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ, ചൂടാക്കിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ സ്പോഞ്ചും കാര്യങ്ങളും ഒട്ടി കിട്ടോ. അതെല്ലാം കഴിഞ്ഞ ശേഷം ഈ ഭാഗത്തൂടെ എലി കയറില്ല. ഇതാ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്.